ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ പ്രവാസികൾക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 തേങ്ങ എടുത്തിട്ടുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ചൂടായ ഉരുളിലോട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ ചമ്മന്തിപ്പൊടി എൻ്റെ ഒരു റെസിപ്പിയാണ്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തയക്കാറ്. അപ്പോൾ അത് അത്ര മാസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ തേങ്ങ ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല മുരിഞ്ഞ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം തേങ്ങ. 4 തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാനിത് വറുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്ഷമയും സമയമൊക്കെ വേണം തേങ്ങ ഒന്ന് വറന്ന് വരാൻ. ഞാൻ സാധാ അടുപ്പിലാണ് തേങ്ങ വറക്കുന്നത്. അപ്പോൾ നല്ലോണം കത്തിക്കാനും പറ്റില്ല, ഒരു പാക തീയിലാണ് കത്തിക്കുന്നത്. കരിയാതെ നോക്കണം. തേങ്ങ ഒന്ന് മുരിഞ്ഞ് വന്നെന്ന് തോന്നിയപ്പോൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലോട്ട് കുരു കളഞ്ഞ പുളിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിങ്ങ നമ്മൾ ചൂടാക്കാതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചമ്മന്തിപ്പൊടി കേട് വരും. അപ്പോൾ ഞാൻ പുളിങ്ങ ഒന്ന് തേങ്ങയിലിട്ടിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. പുളിങ്ങൻ്റെ പുളിയൊക്കെ തേങ്ങയിലിട്ട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ പുളിങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ആ ഉരുളിയിൽ തന്നെ ഞാനൊരു 150 ഗ്രാം മുളക് വറുത്തെടുക്കുന്നുണ്ട്. എണ്ണ ഒന്നും ഒഴിക്കണില്ല, അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം ചെയ്യണത്. മുളകിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വറക്കുന്നത് ഉണക്കച്ചെള്ളിയാണ്. ആദ്യം ഞാൻ കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. എന്നിട്ടാണ് ഞാൻ വറക്കുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ ചെള്ളി. അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ചെള്ളിപ്പൊടി വറന്ന് വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം ഞാൻ പൊടിച്ചെടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രമായിരിക്കണം.
അതിന് ശേഷം ഞാൻ വറ്റൽ മുളകാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് എരിവുള്ള മുളകാണ്, കാശ്മീരി മുളകൊന്നുമല്ല. അതിലോട്ട് ഉപ്പിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഉപ്പ് ഒരുപാടൊന്നും ഇടണ്ട, കാരണം ചെല്ലിയിൽ ഉപ്പുണ്ടാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അവസാനം. ചെള്ളിയും പൊടിച്ചെടുത്ത് അതിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിപ്പൊടി തന്നെയാണ്. പ്രവാസികൾക്കൊക്കെ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.